കുട്ടികളോട് മത്സരിക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? നായ അണയ്ക്കുന്ന പോലെ അണയ്ക്കുന്നു. അതുകൊണ്ട് ഇപ്പൊ എന്തുണ്ടായി? അവരിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടു, നമ്മളിന്ന് അവരും. അത് ശരി. അപ്പൊ അതായിരുന്നു സൂത്രല്ലേ? ദേ, ഇത്രയും സ്വാതന്ത്ര്യം അവർക്ക് കൊടുക്കണോ? പ്രായം അങ്ങനത്തെയാ. ഓ, നാളെ അവർ ഒന്നാകേണ്ടവരല്ലേ? സ്നേഹിക്കട്ടു. പിന്നെന്റെ അരി വിവേകമില്ലാത്തതൊന്നുമല്ല. ഒരു സ്വാതന്ത്ര്യം അവൻ ദുരുപയോഗം ചെയ്യില്ല. കാണുന്നില്ലല്ലോ. ദേ, ഒന്ന് ചെന്ന് നോക്കിയാലോ? തനിക്കെന്താ ഇത്ര അസൂയ? അവരെവിടെങ്കിലും സ്വൈര്യമായിട്ടിരിക്കട്ടെ. എല്ലാ അമ്മായിമാർക്കും ഉണ്ട് ഈ സ്വഭാവം. അമ്മായി അമ്മയോ? അല്ലാതെ ആരാ? ഹരി തന്നെ എന്താ വിളിക്കുന്നേ? ഒന്നും വിളിച്ചിട്ടില്ല. അവൻ ആ കൺഫ്യൂഷനിലാ. അമ്മയെന്ന് വിളിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എന്നെ അവൻ അച്ഛന്ന് വിളിക്കുന്നില്ല. എനിക്കില്ലാത്ത സൗഭാഗ്യം തനിക്ക് വേണ്ട. നമുക്ക് ആ സൗഭാഗ്യം അനുഭവിക്കണ്ടേ? അമ്മയാകാൻ ധൃതിയുണ്ടെന്ന് എനിക്ക്. തന്റെ ഒരു അംശം പോലും പങ്കുവെച്ചു പോകുന്ന എനിക്കിഷ്ടമല്ല. നമ്മുടെ മക്കൾക്ക് വേണ്ടി പോലും. പണ്ട് കവിതയിൽ ഭ്രമിച്ചു കിടന്ന കാലത്ത് കുത്തിക്കുറിച്ച് ചില വാക്കുകളുണ്ട്. പ്രിയമുള്ളവളെ, എല്ലാറ്റിനോടും എനിക്ക് പകയോ അസൂയയാണ്. നിന്നെ തലോടുന്ന കാറ്റിനോട്, നിന്നെ പൊതിയുന്ന ഉടയാടകളോട്, നിന്റെ മുടിത്തുമ്പിൽ സുഖം പറ്റുന്ന പൂക്കളോട്, ഒരു കള്ളനെ പോലെ എനിക്കുള്ള ചുംബനങ്ങൾ കവർന്നെടുക്കുന്ന നിന്റെ തലയിണകളോട്. അതെന്നാ ഞാനും പറഞ്ഞു. രണ്ടും കൂടെ. ഞാനാണ്. ആരാണെന്ന്? ഞാനാണെന്ന്. നമസ്തേ. നമസ്തേ. നിങ്ങൾ ആരാണ്? ഈശ്വര, ഇത്ര പെട്ടെന്ന് മറന്നുപോയോ? ദേ, ഇത് ഞാനാ. താനായിരുന്നു? ഞാൻ വിചാരിച്ചതോ കള്ളുകൂടിയന്മാരാണെന്ന്. അല്ല, എന്റെ പെട്ടിമേലേക്ക് സൂക്ഷിച്ചു നോക്കണേ. NS വിചാരിക്കും എഴുതി തീർന്ന അധ്യായങ്ങൾ ഇതിലിട്ട് കൊണ്ടുപോകാനാണെന്ന്. സത്യത്തിൽ അതിനല്ല. ഊട്ടിയല്ലേ, പോകുമ്പോ കുറച്ച് മുന്തിരിയോ ആപ്പിളോ വാങ്ങി വീട്ടിലേക്ക് കൊണ്ടുപോകാലോ എന്ന് വിചാരിച്ചു കൊണ്ടുവന്നതാ. ഈ വരിക്കാരെന്ന് വിളിച്ചു ചോദിക്കും, എഴുതി തീർന്നോ എഴുതി തീർന്നോ എന്ന്. എന്നാ പിന്നെ അവന്റെ കുടുംബക്കാരെ കൊണ്ട് എഴുതിച്ചാ പോരെ? ഈ ദോശ വിട്ടെടുക്കുന്ന പോലെ ഒന്നുമില്ലല്ലോ നോവലെഴുത്ത്. സാറ് എഴുതി തുടങ്ങിയിട്ടൊന്നുമില്ലല്ലോ അല്ലേ? എഴുതണ്ട. ഈ വരിക്കാരൊരു പാഠം പഠിപ്പിക്കാൻ പറ്റുന്നു ഞാനൊന്ന് നോക്കട്ടെ. തുടങ്ങി. 5 അധ്യായം കഴിഞ്ഞു. മാത്രമല്ല, ഇത് കഴിഞ്ഞ മറ്റൊന്ന് തുടങ്ങാൻ പോവാണ്. അയ്യോ, എന്നാ അതും എനിക്ക് തരണേ. ഈസി ബുക്സ് ഒന്ന് രക്ഷപ്പെടട്ടെ. അങ്ങനെ ഈസി ബുക്സ് രക്ഷപ്പെടണ്ട. അരേ, നല്ല ചൂടായിട്ട് ചായ എടുക്കാൻ ചിറ്റമ്മയോട് പറഞ്ഞേ. എന്താ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, ഞാൻ പറയാം. പിടികിട്ടിയില്ലല്ലേ? ഇല്ല. മകനാ. വാ. ചിറ്റേ, ചിറ്റയോട് പറയാൻ പറഞ്ഞു. ചായക്ക് നല്ല ചൂട് വേണമെന്ന്. ചിറ്റ സമ്മതിച്ചിരിക്കണോ? അയ്യേ, എന്താ വിളിച്ച ചിറ്റോ? എന്ന് വെച്ചാൽ എന്താ? എന്ന് വെച്ചാ കുന്തം. എടി, നമ്മളൊക്കെ ചെറിയമ്മേന്ന് വിളിക്കില്ലേ? അതിന് തെക്കോട്ടൊക്കെ ചിറ്റമ്മേന്ന് പറയാ. ചിറ്റ. അമ്മായിന്ന് വിളിച്ചാ മതിയായിരുന്നു. അയ്യടാ കഴുത. ഇങ്ങനെ ഇവള് കാണിച്ചിട്ടുള്ള മണ്ടത്തരങ്ങൾ പറഞ്ഞാ തീരില്ലെന്ന്. പണ്ടാരോ ഇവളോട് പറഞ്ഞു, ഇവളുടെ ശബ്ദം നല്ലതാണ്, പാട്ട് പഠിക്കണമെന്ന്. 5-6 മാസം ഒരു ഭാഗവതര് തല കുത്തി എന്നിട്ട് സ്വരങ്ങൾ പോലും പഠിക്കാൻ പറ്റില്ലെന്ന്. എന്റെ അടുത്ത് വന്നപ്പോ ഞാൻ പറഞ്ഞു, കുതിരക്കൊമ്പ് പാലിലരച്ച് 3 ദിവസം കഴിച്ചാൽ മതി, അസലായിട്ട് പാടാൻ പറ്റുന്നു. 3-4 കൊല്ലം മുമ്പ് വരെ ഈ കഴുത കുതിരക്കൊമ്പ് അന്വേഷിച്ച് നടക്കായിരുന്നു. കുതിരക്കൊമ്പ്?
കുതിരയ്ക്ക് കൊമ്പില്ലെന്ന് ഏത് കൊച്ചുകുട്ടിക്കാടി അറിയാത്തത്? കൊമ്പുള്ള ഒരുതരം കുതിരകൾ ഉണ്ടെന്ന് കാര്യമായിട്ടും പറഞ്ഞോണ്ടല്ലേ ഞാൻ വിശ്വസിച്ചത്. കേട്ടോ, ഞാൻ നുണവറണല്ല. ഇവിടെ SLC 3 പ്രാവശ്യം തോറ്റയിലല്ല. 1ാം ക്ലാസ് മുതൽ 9ാം ക്ലാസ് വരെയുള്ള പടികളെല്ലാം ചവിട്ടി കയറി ഒരു കൊല്ലം പോലും തോക്കാതെ ഇവളെങ്ങനെ 10ാം ക്ലാസ് വരെ എത്തി എന്നുള്ളത് ലോക അത്ഭുതമല്ലേ? മതി ചിരിച്ചത്. ബുദ്ധിയും ബോധമൊന്നുമില്ല, സമ്മതിച്ചു. അമ്മു, നമ്മൾ വെറുതെ തമാശ പറയണതാ. പറഞ്ഞോളൂ. നിങ്ങൾ ബുദ്ധിയും ബോധമൊക്കെ ഉള്ളവര്. കാര്യേട്ടൻ പറഞ്ഞൊക്കെ മാത്രമേ അമ്മ വിശ്വസിച്ചിട്ടുള്ളൂ. ഇനി എന്ത് നുണ പറഞ്ഞാലും വിശ്വസിച്ചെന്ന് വരും. പക്ഷെ അത് ബുദ്ധിയില്ലാത്തോണ്ട് മാത്രമാണെന്ന് വിചാരിക്കരുത് കേട്ടോ. അമ്മോ, അമ്മോ. അയ്യോ, ഇനി എന്താ ചെയ്യാ? ഓ, ഒന്നുമില്ലെന്ന്. ഇതൊക്കെ ഇപ്പൊ തീരും. ഞാൻ എന്തൊക്കെ പറഞ്ഞ് കളിയാക്കുന്ന? ഇത് അവൾക്ക് ശരിക്കും ഫീൽ ചെയ്തിട്ടുണ്ട്. കരയുന്ന ഞാൻ വിചാരിച്ചേ. ഞാൻ വിളിച്ചോണ്ട് വരാം. ഇപ്പൊ ചെന്ന് വിളിച്ച അവള് വലിയ പത്രാസ് കാണിക്കും. ചിറ്റി അവിടെ ഇരിക്കേ, അവള് വരും. നല്ല കുട്ടിയാണ് കേട്ടോ അവൾ. ചിലപ്പോ നമുക്ക് ദേഷ്യം വരും. എന്നാലും എനിക്ക് വലിയ ഇഷ്ടം അവള്. പിണങ്ങിയൊന്നിരിക്കുക. അയ്യേ, അമ്മ ഇത്ര മണ്ടിയായി പോയല്ലോ. മണ്ടിയാന്ന് അമ്മായും പറഞ്ഞു തുടങ്ങിക്കോളൂ. ഞാൻ ആ അർത്ഥത്തിൽ പറഞ്ഞല്ല. ഹരി അമ്മൂനെ കളിയാക്കണത് ഇഷ്ടം കൊണ്ടല്ലേ? തിരിച്ചതേപോലെ അങ്ങോട്ട് കളിയാക്കണം. അങ്ങനല്ലേ വേണ്ടത്? വാ, നമുക്ക് എന്തെങ്കിലും കഴിക്കണ്ടേ? എനിക്ക് വേണ്ട. വാശി കളയൂ കുട്ടി. അമ്മൂന് വേണ്ടെങ്കിൽ ഞാനും കഴിക്കണില്ല, ഹരിയും കഴിക്കണില്ല. പട്ടിണി കിടക്കാനാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടി കിടക്കാം. എന്താ, ഞങ്ങളെല്ലാം പട്ടിണി കിടാനാ അമ്മൂനിഷ്ടം? വാ, എഴുന്നേറ്റ് വാ. അമ്മായിയല്ലേ വിളിക്കണത്? വാ. ഇവക്ക് അമ്മയുടെ സ്വഭാവം കുറെ കിട്ടിയിട്ടുണ്ട്. വയറ്റില് തീ പിടിച്ചപ്പോ വഴക്കും പോയി പിണക്കവും പോയി. കഴുത. ഹരി, മതി. കളിയാക്കൽ കുറച്ച് കൂടുന്നുണ്ട്. ഇനി എന്റെ അമ്മൂനെ കളിയാക്കിയ നല്ല അടി വെച്ചു തരും. ഓ, ഇപ്പൊ നിങ്ങളൊന്നായി, നമ്മള് പുറത്ത്. ഞാനല്ലേ പുറത്ത്? കഴുത. കഴിയാമോ, ലോകത്തെ ഏറ്റവും അനുസരണയും ഭക്തിയുള്ള മൃഗം കഴുതയാണ്. ആ ഗുണങ്ങളൊക്കെ ഉള്ള മൃഗത്തിന് പേര് വിളിക്കുന്ന മോശമാണോ? അത് കഴുതയല്ലേ, ഇത് മരക്കഴുത. അമ്മോ, അമ്മോ, എന്ത് കഷ്ട ഹരി ഇത്. അത്ര ഗൗരവാണെങ്കിൽ അവള് പോട്ടെന്ന്. ഒരു രാത്രി പട്ടിണി കിടന്ന ചത്തു പോത്തൊന്നുമില്ല. ഇത്തിരി തടിയും കുറയും. തമാശ ഇത്തിരി കൂടുന്നു. അധികമായാൽ ആരും അത് സഹിക്കില്ല. അമ്മോ, അമ്മൂട്ടി പിണക്കാ നീ? ഞാൻ പിണങ്ങിയാലെന്താ? പിണങ്ങിയാലെന്താ? ഇവളുടെ പിണക്കൊന്ന് മാറ്റിയിട്ട് എന്നെ കാര്യം. ചിരിക്കടി, 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 അമ്മ ചിരിക്കാൻ. ചിരിക്കടി. ഇവിടെ പട്ടിണിയൊന്നല്ല കേട്ടോ. ഇവിടെ വയറ് നിറച്ച ആപ്പിൾ കഴിച്ചിട്ട് കള്ളി. അത് മനസ്സിലായല്ലോ. ഇനി പൊയ്ക്കോളൂ. ഓ, അല്ല ഞാന് ഓ, എന്തെങ്കിലും കഴിച്ചിട്ട് വായ ശരിക്ക് കഴിയില്ലെങ്കിൽ പല്ല് കേടൂരും കേട്ടോ.
ഹരി എന്തൊക്കെ കഴിച്ചു അമ്മൂന് മനസ്സിലായിട്ടുണ്ടാവും. ദാ ഈ പാലുകൂടി കുടിക്കൂ, എന്നിട്ട് വാതിലടച്ചോളൂ. ഇനി എന്തൊക്കെ കഴിച്ചു ഹരി അറിയണ്ട. മോശമായി, ചമ്മി തൊലി പൊളിഞ്ഞു പോയി. പിന്നെ നമ്മൾ തമ്മിൽ ഇഷ്ടമാണെന്ന് എല്ലാവർക്കും അറിയാം. അമ്മായി എന്തിനാ അപ്പൊ വരാൻ പോയത്? വരികയാണെങ്കിൽ തന്നെ ഇങ്ങനെ പൂച്ചയെ പോലെ പമ്മി വരണോ? നമ്മള് പിണക്കം തീർക്കാൻ അവരറിഞ്ഞോ? കണ്ടപ്പോ മനസ്സിലായല്ലോ. അപ്പൊ ഒഴിഞ്ഞു പോയായിരുന്നില്ലേ? കാഴ്ച കണ്ടു നിന്നു. ഇത്തിരി അസൂയുണ്ട്, എനിക്കറിയാം. അവരെന്തിനാ അസൂയപ്പെടണേ? സാറ് പറഞ്ഞ ശരിയാ, അമ്മയുടെ സ്വഭാവം കുറച്ച് മൂക്കുണ്ട്. കഴുത. കൊച്ചമ്മ വിളിക്കണോ? ആരെ? സാറിനെ വേഗം വരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ ചെല്ല്. വാ. ഞാനില്ല, ചെല്ല്. എന്നെയല്ലല്ലോ വിളിച്ചത്. അയ്യടാ മരക്കഴുത. ആ ഹരി, ഇയാളുടെ ഒരു ഡാൻസ് പ്രോഗ്രാം ഉണ്ട് ബാംഗ്ലൂർ അടുത്ത ആഴ്ചയില്. ആ. അതിപ്പോ ക്യാൻസൽ ചെയ്യേണ്ടി വരുമെന്നാണ്. എന്താ ചെയ്യണ്ടേ? ക്യാൻസൽ ചെയ്യാം, അത് തന്നെയാ നല്ലത്. എന്താ കാര്യം? ഇവരുടെ ഓർക്കസ്ട്ര ഒരു 4-5 പേരുടെ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, അവര് വരില്ലെന്ന്. എന്തുപറ്റി? വന്നാൽ തല്ലി കൈയും കാലും ഒടിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയിരിക്കുക. ആര്? സുധയുടെ അച്ഛനും സഹോദരന്മാരും. ആ ട്രൂപ്പിലെ ഒരാളാ, ചോദിച്ചു നോക്ക്. ഞങ്ങളൊക്കെ മദ്രാസിലുള്ളവരാ. അവിടെ ഞങ്ങളുടെ നിലനിൽപ്പ് നോക്കണ്ടേ സാർ? അവരൊക്കെ വിചാരിച്ച ഞങ്ങളെ പല വിധത്തിൽ ഉപദ്രവിക്കാൻ പറ്റും. അതുകൊണ്ട് പ്രോഗ്രാം ക്യാൻസൽ ചെയ്യുന്നതിനാ? ലോകത്ത് ഈ ഒരു ട്രൂപ്പ് മാത്രമേ ഉള്ളൂ. ഞാൻ കൊണ്ടുതരാന്നല്ല 1 തരം പ്ലേയേഴ്സിനെ. പാട്ട് ഞാൻ പാടാം. ആ, അത് നിന്നോടൊന്ന് ചോദിക്കാനാ വിളിച്ചത്. അത് ശരിയാവില്ല. ഇനി എത്ര റിഹേഴ്സൽ എടുക്കണം? പിന്നെ പാട്ട് ഹരി വിചാരിക്കുന്ന പോലല്ല. എന്താ, ഞാൻ അത്ര മോശമാണോ? എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. കച്ചേരി നടത്തണ പോലെ അല്ല ഡാൻസ്. അതൊരു പ്രത്യേക പരിചയ. ഞാനൊന്ന് ശ്രമിച്ചു നോക്കുന്നതിൽ വിരോധമുണ്ടോ? ഹരി, ഹരി, ഹരി പോയി കിടന്നോളൂ. ഞാനൊന്നും മയങ്ങി പോയി, സോറി. എന്തിനാ വെറുതെ ഉറക്കം കളിക്കണത്? എനിക്ക് ആശ്വാസമുണ്ട്. സാരമില്ല, സാറ് വരുന്നവരെ ഞാൻ ഇരിക്കാം. ഏയ്, ദാഹമുണ്ട്. കിടന്നോളൂ, ഞാൻ എടുത്തുതരാം. മതി. പനിയൊട്ടുമില്ല, പാദത്തിൽ ഇത്തിരി നീരുണ്ട്, കുറച്ചുള്ളൂ, നാളേക്ക് പറ്റും. ബാംഗ്ലൂരിലെ പത്രങ്ങളൊക്കെ വലിയ റൈറ്റപ്പുകൾ വന്നിട്ടുണ്ട്. സ്വപ്നസുന്ദരിയോടും
പത്മാ സുബ്രഹ്മണ്യത്തോട് ഒപ്പമാണത്രേ തന്റെ സ്ഥാനം. അഭിനന്ദനങ്ങളുടെ അർഹത എനിക്കല്ല, ഹരിക്കാണ്. സംഗീതവും നൃത്തവും ആത്മാവും ശരീരവും പോലെയാണെന്ന് ഇന്നലെ എനിക്ക് ബോധ്യായി. ഇപ്പോഴെങ്കിലും അരിയെ സമ്മതിച്ചല്ലോ. തന്റെ ഈഗോ മഞ്ഞു പോലെ ഉരുകി പോയില്ലേ? ചെങ്കോലും കിരീടവും വെച്ച് ഞാൻ കീഴടങ്ങി. ഇപ്പൊ ഞാൻ ഹരിയുടെ ഒരു ആരാധിക, ദാസി, അത്രമാത്രം. ഓ, താനത്ര വിനീതൊന്നും ആകണ്ട അല്ലേ ഹരി? ഹരിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. ഇനി നീ പോയി കിടന്നു, ഞാൻ ഉണ്ടല്ലോ. ഓ, എച്ചിൽ തൊട്ടിന്ന് കിട്ടിയത് വെറും മുത്തല്ല, പവിഴമുത്ത് തന്നെയാണ്. അമ്മോ, ദാ ഇത് വായിച്ചോ? ഞാൻ കണ്ടു. ഇതിൽ എഴുതിയിരിക്കുന്ന പോലൊന്നും ഞാൻ വിചാരിച്ചില്ല. ഹരിയുടെ പാട്ടിന്റെ ഭാവത്തിലും താളത്തിലും ഞാൻ അറിയാതെ ആടിപ്പോയതാണ്. ക്രെഡിറ്റ് ഹരിക്കാണ്. ഹരിക്ക് വലിയ ഭാവിയുണ്ട്. അമ്മുന്റെ ഭാഗ്യം നിർഭാഗ്യാണോന്ന് ആർക്കറിയാം. അതെന്താ അമ്മോ അങ്ങനെ? വലിയ വലിയ ആളുകളാവുമ്പോ പഴയതൊക്കെ വേഗം മറക്കും. മറക്കാൻ പാടില്ലാത്തത് മറക്കും. ഹരി ഇങ്ങനെ ആരെയും മറക്കില്ല, എനിക്ക് ഉറപ്പുണ്ട്. അത്രയും ഉറപ്പ് എനിക്കില്ല. എന്താ നിനക്കുന്നൊരു മൂഡൌട്ട്? നിങ്ങൾ തമ്മിൽ പിണങ്ങിയോ? ഇല്ല. പിന്നെ എന്താ? അമ്മായിയോട് പറ. ഒന്നുമില്ല അമ്മായി. നമ്മളെപ്പോലെയല്ല ഇവിടെയുള്ള മറ്റാളുകള്. നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്തത് അവര് പറഞ്ഞുണ്ടാക്കും. അത് അമ്മായിയെ കുറിച്ചും ഹരിയേട്ടനെ കുറിച്ചും എന്നെ കുറിച്ചും ഒക്കെ പറയും. അതുകൊണ്ട് അമ്മായി ഒന്ന് സൂക്ഷിക്കണത് നല്ലതാ. നീ പറയണത് എനിക്ക് മനസ്സിലാവണില്ല. ഞാൻ വിശ്വസിക്കില്ല. എന്നാലും അടുക്കളയിൽ ചില കഥകളൊക്കെ പറഞ്ഞു തുടങ്ങി, അമ്മായിയും ഹരിയേട്ടനെയും പറ്റി. ആര് ആര് പറഞ്ഞു? ചോദിക്കാനും പറയാനൊന്നും നിൽക്കണ്ട. കലയും സംഗീതമൊന്നും അവർക്ക് മനസ്സിലാവില്ലല്ലോ. നമ്മൾ ഇത്തിരി അടക്കം ഒതുക്കം പാലിച്ചാ മതി.